നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. വർണ്ണശബളമായ ലോകത്തിലേക്ക് ജീസസ് കിഡ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നർമ്മങ്ങൾക്കിടയിൽ നന്മകൾ വരുന്ന ഒരു വഴി, കാട്ടിലെ വഴി. ആ വഴിയിലൂടെ നമുക്ക് പോകാം. കാട്ടിലെ കൂട്ടുകാർ. അങ്ങനെ ഈ വർഷത്തെ എക്സാം കഴിഞ്ഞു. കോളേജ് അടച്ചതോടുകൂടി ആകെ കൂടി ഒരു ബോറ്. ബോറടി മാറാനേ എന്തെങ്കിലും ജോബ് കണ്ടെത്തണം. ആ അത് നല്ലതാ. വെക്കേഷൻ കഴിഞ്ഞ കോളേജ് തുറക്കുമ്പോഴേക്കും 10 കാശ് സമ്പാദിക്കാം. പിന്നെ സമ്പാദിച്ച് വലിയ മില്യനെയർ ആകാൻ പോകല്ലേ. ദേ വെക്കേഷൻ എന്ന് പറഞ്ഞാലേ അടിച്ച് പൊളിക്കാനാ. അടിച്ചുപൊളി അത്ര നല്ല കാര്യമൊന്നുമല്ല. സോറി, നല്ല കാര്യമല്ലെന്നറിയാം. പക്ഷേ ജീവിതം എൻജോയ് ചെയ്യാനുള്ളതാ. സോ ഐ ഡു അടിച്ചു പൊളി. പക്ഷേ ജീവിതം വഴിതെറ്റാനും ഈ അടിച്ചുപൊളി ജീവിതം മതി. ദേ മോട്ടു, നമ്മൾ ഒരേ കോളേജിൽ പഠിക്കുന്നവരല്ലേ. നമ്മൾ ആരെങ്കിലും ഇതുവരെ എന്തെങ്കിലും പ്രശ്നത്തിൽ ചാടിയിട്ടുണ്ടോ? അതില്ല. പക്ഷേ തെറ്റിലേക്ക് വീഴാൻ അധിക സമയം വേണ്ടല്ലോ. ദേ കണ്ടോ, നമ്മുടെ ഗംഭീർ ജനറൽ നോളജ് സമ്പാദിക്കുകയാ. കളിയാക്കണ്ട. പത്രം വായിക്കുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞ മോശമാണെന്ന്? നിങ്ങൾ എങ്ങോട്ട് പോകാൻ ഇറങ്ങിയത്? ഞങ്ങള് കളിക്കാൻ പോയതാ. ഇനി വീട്ടിലേക്ക് പോയിട്ട് ഡാൻസ് ക്ലാസ്സിൽ പോണം. വെക്കേഷനൊക്കെ അല്ലേ, വെറുതെ ഇങ്ങനെ പേപ്പറും വായിച്ചിരുന്നിട്ട് എന്താ കാര്യം? ദേ പപ്പീസ വരുന്നുണ്ടോ? എനിക്ക് ചെന്നിട്ട് ഡാൻസ് ക്ലാസ്സിൽ പോകാനുള്ളതാ. ഓ, ഞാൻ കുറച്ചു നേരം കഴിഞ്ഞേ ഉള്ളൂ. മോട്ട് പോയിക്കോ. ഇത്ര നേരം കളിച്ചതല്ലേ, ഇനി റെസ്റ്റ് ഇൻ പീസ്. എന്നാ ശരി, കാണാം. പോട്ടെ. കലാതിലകമാകാൻ പോകല്ലേ. അല്ല, എന്താ ഗംഭീറിന്റെ അടുത്ത പരിപാടി? എന്ത് പരിപാടി? വെക്കേഷൻ അല്ലേ, എന്തെങ്കിലും ചെയ്തു കൂട്ടന്നെ. എന്തെങ്കിലും ഒരു ജോബ് നോക്കിയാലോ? കുറച്ച് പോക്കറ്റ് മണി കിട്ടൂലോ. ജോബ്? ദേ ഈ പത്രത്തിലൊരു പരസ്യം കണ്ട. എവിടെ? നോക്കട്ടെ. സിദ്ധൌഷധം ഉണ്ടാക്കാൻ കരം വെട്ടിക്ക ആവശ്യമുണ്ടെന്ന്. ഈ കരം വെട്ടിക്ക ഇപ്പൊ എവിടുന്ന് കിട്ടാന്? അത് നമ്മുടെ തെന്നിമലക്കാട്ടിലുള്ള കായുണ്ടല്ലോ. അതിനിപ്പോ സീസൺ അല്ലല്ലോ, ഇപ്പൊ കാണുമാവോ? കിലോയ്ക്ക് 1000 രൂപ കിട്ടുമെന്നാ ഇതിലെഴുതിയിരിക്കുന്നത്. അല്ല, അതിപ്പോ ഇത്ര വലിയ ഔഷധ ഗുണമുള്ളതാണോ? ഔഷധമാണോ വിഷമാണോ എന്ന് നമ്മളെന്തിനാ അന്വേഷിക്കുന്നേ? നമുക്ക് ജോർജ് കുട്ടി കിട്ടിയ പോരെ. അല്ല, ഇതിപ്പോ ആർക്ക് എങ്ങനെ കൊടുക്കേണ്ടത്? അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ അതിലുണ്ടല്ലോ. എങ്കിലും നമുക്കൊരു കൈ നോക്കിയാലേ. കിട്ടിയാ നമുക്കൊരു ജോബ്, കൈ നിറയെ പണം. ശരിയാ, എന്തായാലും ഒന്ന് ബന്ധപ്പെടുക. ഓക്കേ, കം ഓൺ. ഓക്കേ.
ആള് നേരിട്ട് വരാം, കാണാം, മറിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എത്ര നേരായി. ദേ പപ്പീസ് ഒന്ന് ഫോൺ വിളിച്ചു നോക്കിയേ. ഓ കാശുണ്ടാകുമാവോ? നോക്കട്ടെ. ഹലോ, ആ എവിടെ എത്തി? അതെയോ? ആ ലെഫ്റ്റ് അവിടുന്ന് ലെഫ്റ്റ്, എന്നിട്ട് സ്ട്രെയിറ്റ്. ഓക്കെ അതന്നെ. ഞങ്ങളിവിടെ റോഡ് സൈഡിൽ തന്നെയുണ്ട്. ഓക്കെ ബൈ. എന്താ പറഞ്ഞത്? എവിടെ എത്തിന്നാ പറഞ്ഞേ? ഇപ്പത്ത് വന്നേ, വഴി തെറ്റിപ്പോയി, അതാ വൈകിയത്. കാത്തിരുന്ന് സംഗതി ബോറായിട്ടാ. വരുന്നു. ഇതൊരുമാതിരി ഒടുക്കത്തെ സ്പീഡാണല്ലോ. മാറി നിന്നോ വരട്ടെ. ഞങ്ങള് ഞാൻ പപ്പീസ്, ഞാൻ ഗംഭീർ. അതെ. നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിച്ചാലോ? ആയിക്കോട്ടെ. ഞങ്ങള് തെന്നിമലക്കാട്ടില് കായ് പെറുക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാലോ? അതെ. സോറി ടോ, ഞാൻ ലേറ്റ് ആയി പോയി. ഐ ആം വെരി സോറി. സാരമില്ല, നമുക്ക് തെന്നമ്പാറയിലേക്ക് തന്നെ പോകാം. അവിടെ കരമെട്ടിക്ക കാണുകയും ചെയ്യാം. ഓക്കെ. പക്ഷേ എന്റെ വണ്ടി അതിവിടെ സേഫ് ആയിട്ട് ഇരുന്നോളും. ധൈര്യം പോരെ. പുതിയ വണ്ടി നല്ലല്ലോ. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണല്ലോ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ കരം വെട്ടിക്ക നിങ്ങൾക്ക് രക്ഷയ്ക്കുള്ള മരുന്നാ. ഈ ഞാനൊരു സംശയം ചോദിക്കട്ടെ? കരം വെട്ടിക്കാന്ന് പറയണത് ഒരു വിഷക്കായില്ലേ? അതുകൊണ്ടെന്താ? അപ്പൊ പിന്നെ എങ്ങനെ രക്ഷയ്ക്കുള്ള മരുന്നാകും? അതെ, നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മരുന്നാണെന്നാ ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് രക്ഷയ്ക്കുള്ള മരുന്നാ? മനസ്സിലായില്ലാട്ടാ. ഈ കരം വെട്ടിക്ക ഒരു തട്ടിപ്പിന്റെ മറവാ. ഞാൻ അന്താരാഷ്ട്ര കൊള്ളക്കാരൻ കിണ്ണം കുറുക്കൻ. ചേട്ടാ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ ചേട്ടാ, പ്ലീസ്. ശബ്ദിക്കരുത്. ഞാൻ ഇവിടെ വന്നത് ഈ കരം വെട്ടിക്ക ശേഖരിക്കാനൊന്നുമല്ല. അതിന്റെ പേരിൽ ഈ കാട്ടിൽ ക്യാമ്പ് ചെയ്ത് പണമുള്ള വീടുകൾ കൊള്ളയടിക്കാൻ പത്രത്തിൽ പരസ്യം കൊടുത്ത് തട്ടിപ്പ് നടത്തുന്നതാ എന്റെ ഒരു രീതി. അയ്യോ, ഞങ്ങൾക്ക് കൊള്ളയടിക്കാനൊന്നും അറിയില്ല. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ലാട്ടാ. നിങ്ങൾ എന്നെ സഹായിച്ചാൽ മാത്രം മതി. തട്ടിയെടുക്കുന്നതിന്റെ പകുതി നിങ്ങൾക്ക്. എന്നെ സഹായിച്ചില്ലെങ്കിൽ എങ്ങാനും ഞാൻ പിടിക്കപ്പെട്ടാൽ നിങ്ങളാണ് എന്നെ സഹായിച്ചതെന്ന് പറയും ഞാൻ. ചതിക്കല്ലേ. ഞങ്ങള് നിങ്ങളുടെ കൂടെ നിൽക്കാം. ആരും ഒന്നും അറിയരുത്. ആര് ചോദിച്ചാലും ഞാൻ കരം വെട്ടിക്കാൻ ശേഖരിക്കാൻ വന്ന ആളായിരിക്കും. പണി പാളി കേട്ടോ, നമ്മള് പെട്ടെന്ന് തന്നെ. രക്ഷില്ലാട്ടാ. എന്താ ഒരു പിറുപിറുപ്പ്? ഒന്നുമില്ല, ഞങ്ങളെല്ലാത്തിനും മൈ ഫ്രണ്ട്സ്, നിങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് കൊള്ളയടിക്കാനുള്ള വീട് കാണിച്ചു തരിക. അവിടെ എനിക്ക് വേണ്ട സൗകര്യം ഒരുക്കി തരിക. ഓക്കേ? എത്ര പെട്ടെന്നാ വെക്കേഷൻ തീർന്നു. അതെ കളിയും ചിരിയും കഴിഞ്ഞ് കോളേജ് തുറക്കാറായി. അതെ, വെക്കേഷൻ ഒരു ടൂറിന് പോകണമെന്ന് വെച്ചിട്ട് അതിന് പോലും കഴിഞ്ഞില്ല. അത് ഞങ്ങൾ ഏറ്റുട്ടാ. ഞങ്ങളുടെ ചെലവില് ഒരു ഗംഭീര ട്രിപ്പ് അല്ല പപ്പീസ്? അതിന് പണം വേണ്ടേ? അതൊക്കെ റെഡിയാകുമോ? എങ്ങനെ? ഗംഭീറിന്റെ പപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോഴായിരിക്കും. പപ്പ അടുത്ത ആഴ്ച വരും. പക്ഷേ സംഭവം അതൊന്നല്ലേ. പിന്നെ ഞങ്ങള് പുതിയ ബിസിനസ് തുടങ്ങിയത് പറഞ്ഞില്ലേ? അതിന് മാത്രം പണം കിട്ടും. പിന്നില്ലേ, മരം വെട്ടിക്കേക്ക് എന്താ ഡിമാൻഡ്? എങ്കിൽ ഞങ്ങളെ കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടും. അത് സമയമായില്ല കേട്ടോ. നിങ്ങളെ ഞങ്ങൾ കൂട്ടും, ഇപ്പോഴല്ല. കേട്ടോ, ഞങ്ങളുടെ ബോസ് വരുന്നു. അല്ല, അയാളുടെ ബാഗിൽ എന്താ?
അത് ഈ കരമെട്ടിക്കായി കയറ്റുമതി ചെയ്യാനുള്ളതാണേ. അതെ അതെ അതെ, കരപ്പെട്ടിക്ക അതന്നെ. അതെ അതെ. മനസ്സിലായില്ല കേട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സാറേ, ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ്. നിങ്ങൾ വാ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. Come on. വിളിച്ചോണ്ട് പോണു. ഒരു സംഭവമുണ്ടോ? എന്തോ എനിക്ക് അയാളെ കണ്ടിട്ട് അത്ര സുഖം തോന്നുന്നില്ല. ആപത്തിലൊന്നും ചാടാതിരുന്നാ മതിയായിരുന്നു. അതെ അതെ. അല്ല, ഗംഭീറിന്റെ പപ്പ എന്തൊക്കെയാ ഗൾഫിൽ നിന്നും കൊണ്ടുവന്നത്? പപ്പിന് തിരിച്ചു പോണില്ലെന്ന്. ഇവിടെ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യാണെന്നാ പറഞ്ഞേ. അപ്പോ കൊറേ പണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകല്ലേ? സ്വർണ്ണമായിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. നാളെ ടൗണിൽ പോകുമ്പോ അത് വിറ്റ് പണം സംഘടിപ്പിക്കും. ആ കിണ്ണൻകോരുവിന് ഇന്നലെ എന്തോ കോള് തടഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ കാണുന്നില്ലെന്നേ. എന്തായാലും നമ്മൾ സേഫ് ആയില്ലേ. അത്യാവശ്യം പോക്കറ്റ് മണിയും കിട്ടി. പറഞ്ഞത് ശരിയാ. മോനെ, എല്ലാം പോയി. ഇതുവരെ സമ്പാദിച്ചതൊക്കെ പോയിട എന്റെ മോനെ. സമ്പാദിച്ചത് കൊണ്ടുവന്നതല്ല. എന്താ പപ്പ, എന്താ സംഭവിച്ചത്? പപ്പ പറയൂ കാര്യം. എന്താ സാറേ, എന്താ ഉണ്ടായത്? ഗംഭീർ ഇവിടെ കള്ളം കയറി പണവും സ്വർണവും എല്ലാം എടുത്തുകൊണ്ടുപോയി. അയ്യോ ഈശ്വരാ. ഗംഭീർ, ഇതാ കഷ്ടമായി പോയത്. ഇത് ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അയ്യോ, എന്റെ പപ്പയുടെ പണം മോഷ്ടിച്ചത് അവനാ. എന്റെ പപ്പയുടെ പണം മോഷ്ടിച്ചത് അവനാ. അവനാ പണം ഞാനൊന്നുമല്ലേ, ഞാൻ നിരപരാധിയാണ്. അവനാ, എല്ലാം അവനാ. എന്നെ ഒന്നും ചെയ്യല്ലേ. ഞങ്ങള് തമ്മിൽ ഒരു ബന്ധവുമില്ലേ. അയ്യോ അപ്പോ ഈ മോട്ടുവും പീലിയും പറഞ്ഞത് നേരല്ലേ? ഗംഭീർ, നിങ്ങളുടെ ബോസ് എവിടെ? ബോസ് കള്ളൻ സാറേ. അവൻ ഞങ്ങളെ പറ്റിച്ചു, ഞങ്ങള് വഴി തെറ്റിച്ചു. എല്ലാം എന്റെ തെറ്റാ, എന്റെ തെറ്റ്. സാരമില്ല മകനെ, പോയത് പോയി. അതിനെക്കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല. കിണ്ണൻകോരുവിനെ പോലീസ് തിരയുന്നുണ്ട്. പോയ പണവും സ്വർണവും ഒക്കെ പോട്ടെ. ഞാൻ ആമസോൺ ഖനിയിലെ ജീവിതം ഉപേക്ഷിച്ചു വന്നതായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഒന്നുകൂടി പോണം. വീണ്ടും കഷ്ടപ്പെട്ട് പണമുണ്ടാക്കണം. പക്ഷേ എന്റെ മോൻ ഇനി അപകടത്തിലൊന്നും ചാടില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. കണ്ടോ ഗംഭീർ, നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും നിങ്ങളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ. പപ്പ എന്നോട് ക്ഷമിക്കണം പപ്പ. ഇനി ഞാൻ പണത്തിന് വേണ്ടി തെറ്റായ വഴി തെരഞ്ഞെടുക്കില്ല. മക്കളെ, മാതാപിതാക്കളെ അനുസരിച്ച് അവർ പറയുന്നത് പോലെ അവർക്ക് വേണ്ടപ്പെട്ടവരായി ജീവിക്കാൻ ശ്രമിക്കുക. അപരിചിതരുമായുള്ള ബന്ധങ്ങൾ എപ്പോഴും വീട്ടിൽ അറിയിക്കുക. നല്ല കൂട്ടുകെട്ടുകൾ തെരഞ്ഞെടുക്കുവാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഇനി പാവക്കൊഞ്ചൽ കേൾക്കാനായി കാട്ടിൽ നിന്ന് നമുക്ക് പോകാം. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ, ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഓക്കെ ടിങ്കു ഒരുപാട് വിശേഷങ്ങൾ പറയാറുണ്ട്. പക്ഷെ ടിങ്കുവിൻ്റെ കാട്ടിലെ കൂട്ടുകാരെ കുറിച്ചൊരു വിശേഷം പറഞ്ഞില്ലല്ലോ. എനിക്ക് ഒരുപാട് ഫ്രണ്ട് ഉണ്ട്. ആണോ? കാട്ടിൽ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ? ഉണ്ട് അങ്കിൾ. ഓക്കെ, അവരൊക്കെ നിൻ്റെ അടുക്കൽ വന്ന് അവരുടെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ടോ? പറയാറുണ്ട് അങ്കിൾ. ഓക്കെ, ഈ അടുത്ത് എന്തെങ്കിലും വിശേഷങ്ങൾ പറഞ്ഞ കൂട്ടുകാരെ കുറിച്ച് നീ ഓർക്കുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്. ഓക്കെ, ആരെല്ലാമാണ് വന്ന് വിശേഷങ്ങൾ പറഞ്ഞിട്ടുള്ളത്? ഞാൻ അറിയാം അങ്കിൾ. ഓക്കെ, ആരാണ് ആദ്യം വന്നത്? അങ്കിൾ, ആ എന്റെ കൂട്ടുകാരൻ ആ ഒരു കഴുതയുണ്ട്. ഓ, കഴുതയുണ്ടോ? ഞങ്ങൾ സാധാരണ കഴുതിയെ ബുദ്ധിയില്ലാത്ത കഴുതിയെന്നാണ് വിളിക്കുക. പക്ഷെ ബുദ്ധിയുണ്ട് അങ്കിൾ. ആണോ? എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്കിൾ, ആ എന്റെ കൂട്ടുകാരൻ ആ ഒരു ദിവസം ആ തെരുവിലൂടെ നടന്നു പോയായിരുന്നു. ഓ, അത് ശരി. ഒരു ദിവസം വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് എന്താ ഉണ്ടായത്? ആളുകളെല്ലാം ആ സാധാരണഗതി ആ എന്താ ചെയ്യുന്നത്? കല്ലൊക്കെ എറിയും, ആ അടി കൊണ്ടടിക്കും. ഓ, അത് ശരി. സാധാരണഗതിയിൽ എൻ്റെ കൂട്ടുകാരൻ കടന്നു പോകുമ്പം കല്ലെറിയുകയും വടി കൊണ്ട് അടിക്കുകയൊക്കെ ചെയ്യുക.
പക്ഷേ ഏതൊരു ദിവസം ഈ കൂട്ടുകാരൻ നടന്നു പോയപ്പോൾ എന്തോ ഒരു കാര്യമുണ്ടായി. എന്താ അത്? എല്ലാവരും തുണികളൊക്കെ വിരിച്ചു കൊടുത്തു. ഓ, തുണികൾ വിരിച്ചു കൊടുത്തു, ഇലകൾ കുറച്ചിട്ടു. ഓ അത് ശരി, ഇലകളൊക്കെ വിതറി. എന്താ അതിൻ്റെ കാരണം? ആ കഴുതയുടെ പുറത്ത് യേശു ഉണ്ടായിരുന്നു. ആ കഴുതയുടെ പുറത്ത് ഒരു വിശേഷപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് യേശു കർത്താവായിരുന്നു. യേശു ഉള്ളതുകൊണ്ടാണ് സീറോ ആയിരുന്ന കഴുതയെ ഏറ്റവും വിലയുള്ളതായി ആളുകൾ കണ്ടത്. നമ്മുടെ ജീവിതത്തിൽ അതുപോലെയാണ്. നാം വെറുതെ ഇരുന്നാൽ നാം ശൂന്യതയിലാണ്. എന്നാൽ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ, യേശു നമ്മോട് കൂടെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം വിലയുള്ളവരാണ്. പിന്നീട് ആരാ വന്നത്? ഞാൻ പറയാം. പിന്നെ ആരാ വന്നത്? കാക്ക ചില കാര്യങ്ങൾ പറഞ്ഞു. കാക്ക ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ കാക്ക എന്താ വന്ന് പറഞ്ഞത്? കാക്ക ദൈവത്തെ അനുസരിച്ചു. ദൈവത്തെ അനുസരിച്ചു അല്ലേ? എങ്ങനെയാ അത്? അങ്കിളിനും കൂട്ടുകാർക്കും കേൾക്കാൻ കൊതിയായി. എന്തായിരുന്നു ആ സംഭവം? ഏലിയ എന്ന് പറഞ്ഞ ഒരു പ്രവാചകന് കാക്ക അപ്പം കൊടുത്തു. ഓ, ഏലിയാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകന് കാക്ക അപ്പം കൊടുത്ത കഥയാണ്. ശരിയാണ്, ഞാനും കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഈ ഏലിയ പ്രവാചകൻ കെരീത്ത് എന്ന് പറയുന്ന ഒരു തോടിനരികെ ഇരിക്കുകയായിരുന്നു. വിശപ്പ് വരുന്ന സമയത്ത് ദൈവം പറഞ്ഞു വിട്ട കാക്ക അപ്പം കൊത്തി ഈ കാക്ക ഏലിയാവിന് കൊണ്ട് കൊടുക്കും. നോക്കിയേ, ദൈവത്തെ അനുസരിക്കുന്ന സൃഷ്ടിജാലങ്ങൾ. നാം ദൈവത്തെ അനുസരിക്കാറുണ്ടോ? പിന്നെ ആരാ വന്ന് വിശേഷങ്ങൾ പങ്കുവെച്ചത്? എന്തിനെ? പാമ്പിന് പേടിയുണ്ടോന്നോ? കുറച്ച് പേടിയൊക്കെ ഉണ്ട്. എന്താ പാമ്പ് വന്ന് വിശേഷം പറഞ്ഞത്? അതെ അതെ, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. നല്ല ബുദ്ധിയാണ് പാമ്പിനുള്ളത്. പാമ്പ് എന്താ ചെയ്തത്? കുബുദ്ധിയായിട്ട് ഉപയോഗിച്ചു. നന്മയ്ക്ക് ഉപയോഗിക്കാതെ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. എനിക്ക് മനസ്സിലായി, ആദാമും ഹവ്വയും പറ്റിച്ച പാമ്പാണോ? അതെ അതെ അതെ. നോക്കിയേ, ദൈവം തന്ന കഴിവുകൾ നന്മയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് ശാപം വാങ്ങിക്കൂട്ടിയ പാമ്പ് അല്ലേ? കൂട്ടുകാരെ, നമുക്കെല്ലാം എത്ര കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. അത് നന്മയ്ക്ക് വേണ്ടി നാം ഉപയോഗിക്കുന്നവരാണോ? പിന്നീട് ആരാ വന്നത്? കരടി. ഓ, കരടിയും വന്ന് വിശേഷങ്ങൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ആരൊക്കെയാ വിശേഷം വന്ന് പറഞ്ഞത്? കാക്ക പറഞ്ഞു, അതുപോലെ തന്നെ കഴുത പറഞ്ഞു, അതുപോലെ തന്നെ പാമ്പ് പറഞ്ഞു, കരടിയും വിശേഷങ്ങൾ പറഞ്ഞു. എന്താ കരടി പറഞ്ഞത്? കരടിയാണ് ദൈവം പറഞ്ഞു. എന്താ ദൈവം പറഞ്ഞത്? ചില കുട്ടികളെ കടിച്ച് കീറിക്കളയും. ഓ, ചില കുട്ടികളെ കടിച്ച് കീറി കളയാനായിട്ട് പറഞ്ഞു. എനിക്കറിയാം, ആ ഏലീശ എന്ന് പറഞ്ഞ പ്രവാചകനെ കളിയാക്കിയവരോടാണോ? അതെ അതെ അതെ. നോക്കിയേ, ദൈവത്തിൻ്റെ ദാസന്മാരെ കളിയാക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ്. കരടിയെ വിട്ട് എന്ത് ചെയ്തു? ആ കുട്ടികളെ കടിച്ചു കീറി കളഞ്ഞു. നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ആത്മീയ ഗുരുക്കന്മാരെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സുഹൃത്തുക്കളെ നാം ഒരിക്കലും കളിയാക്കുവാനായിട്ട് പാടില്ല. എലീശ എങ്ങനെയാണ് കളിയാക്കിയത്? ഓ, മുട്ടത്തലയാ കയറി വാ എന്ന് പറഞ്ഞിട്ടാണ് കളിയാക്കിയത് അല്ലേ? നോക്കിയേ, ബലഹീനത നോക്കിയിട്ട് കളിയാക്കുക, ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. പ്രിയ കൂട്ടുകാരെ, ടിങ്കുവിൻ്റെ കൂട്ടുകാർ വന്ന് നല്ല ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു അല്ലേ? കഴുത പഠിപ്പിച്ചു, തൻ്റെ ജീവിതത്തിൽ താനൊരു ഹീറോ ആയി, കാരണം യേശു തന്നോട് കൂടെ ഉണ്ടായിരുന്നു. മറ്റൊരു കാക്ക പഠിപ്പിച്ചു, ദൈവത്തെ അനുസരിച്ചു അല്ലേ? അതുപോലെ തന്നെ പാമ്പിൻ്റെ പാഠം നമുക്കുണ്ട്. ബുദ്ധി നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം, പക്ഷെ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. അതുപോലെ തന്നെ കരടിയിൽ നിന്ന് നാം പഠിച്ചു, ദൈവത്തിൻ്റെ ദാസന്മാരെ, ആത്മീയ ഗുരുക്കന്മാരെ നാം ഒരിക്കലും കളിയാക്കുവാനായിട്ട് പാടില്ല. അത് ദൈവം ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിൻ്റെ കൂട്ടുകാർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടു കേട്ടോ. പ്രിയ കൂട്ടുകാരെ, നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിന് ഇഷ്ടമുള്ള നല്ല മക്കളായിട്ട്, ദൈവത്തെ അനുസരിക്കുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, നമുക്ക് തന്ന കഴിവുകൾ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നല്ല കുട്ടികളായിട്ട് മാറാം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓക്കെ, ബൈ. ഓരോ കഥകളും കാര്യങ്ങളും നിങ്ങൾക്കെങ്ങനെ എന്നറിയാൻ ആഗ്രഹമുണ്ട്. കഥകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528.
ഇനിയുള്ള ആഴ്ച അടുത്ത ആഴ്ച വരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ടാറ്റ, ബൈ ബൈ.